പേര് ഗീതയെന്നാണ്. ഞാൻ തൃപ്പൂണിത്തുറയെന്ന്, എറണാകുളം ജില്ലയിൽ നിന്ന് തൃപ്പൂണിത്തുറ എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സെൻ്ററാണുള്ളത്. അതുകൂടാതെ തന്നെ ഹോസ്റ്റലുകളും അങ്ങനെ ഒരു ബിസിനസ്സിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ടീച്ചർ പറഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ വന്ന് ഇതുപോലെ ഉടമ്പടി എടുക്കണം. എനിക്ക് കുറച്ച് രോഗപീഠകളൊക്കെ ഉണ്ടായിരുന്നു, ഷുഗർ സംബന്ധമായിട്ടും കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു അധ്യാപിക എന്നോട് പറഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറവ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൽ എൻ്റെ അപേക്ഷകളായിട്ട് നിയോഗങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ വെച്ചു. അങ്ങനെ ഞാനിപ്പോൾ 5ാമത്തെ ഉടമ്പടിയിലേക്ക് എത്തി. 4 ഉടമ്പടിയിലെയും 6 ആവശ്യങ്ങൾ വെച്ച് ഞാൻ വച്ചിരുന്നതും സാധിച്ചു കിട്ടി. അത് വലിയ നടക്കുകയില്ല എന്നുള്ള കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ മകൾക്ക് മെഡിസിൻ USMLE എഴുതി പാസ്സാകുക എന്നുള്ളതായിരുന്നു. അത് സാധിച്ചു തന്നു. അവൾ MDക്ക് പഠിക്കുന്നു. പിന്നെ അത് കൂടാതെ എന്നാന്ന് വെച്ചാൽ എൻ്റെ ആങ്ങളയുടെ കുട്ടി, ആങ്ങളെ മരിച്ചുപോയി, എൻ്റെ അമ്മയും അച്ഛനും മരിച്ചു പോയതാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളും കല്യാണവും ഒക്കെ ഞാൻ മുഖാന്തരം നടത്തിയിരുന്നുകൊണ്ട് എനിക്ക് അവരെക്കുറിച്ച് എപ്പോഴും ചിന്താഗതി ഉണ്ടായിരുന്നു. 4 വർഷമായിട്ടും കുട്ടികളില്ല. അവർ 2 പേരും കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ എന്നെ വിളിച്ച് ഒരു ദിവസം പെട്ടെന്ന് അവളുടെ അമ്മ പറയുകയാണ്, ചേച്ചി പിന്നെ ഇങ്ങനെ മോളെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, ഇനി കുട്ടികളില്ലെങ്കിൽ നമുക്ക് ഈ ബന്ധം വേർപെടുത്താം. കാരണം അവർക്കും ഒരു മകനാണ്, ഇവൾക്കും ഒരു മകളാണ്. അപ്പോൾ എനിക്കത് കേട്ടോടുകൂടി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ എനിക്ക് വിഷമിച്ച് ഞാൻ ഓടി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് അതിൽ നിയോഗമായിട്ട് വെച്ചു. അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്. പക്ഷേ വീട്ടുകാരുടെ ഒരു തീരുമാനമാണ് ഇങ്ങനെ വന്നത്. അപ്പം ഞാൻ ഇവിടെ പല ഉടമ്പടിയിൽ വെച്ച പലരുടെയും കുട്ടികളുണ്ടായി എന്നൊക്കെ ഞാനിങ്ങനെ സാക്ഷ്യം കേൾക്കാറുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു, ദൈവമേ എനിക്കിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താൻ കഴിയണേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാത്തൂനെ വിളിച്ചു വരുത്തി ഇവിടെ നിന്ന് ഉടമ്പടി എടുപ്പിച്ചു. അവൾ ഉടനെ ഉടമ്പടി എടുത്ത് 2 മാസത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് കാനഡയിൽ നിന്ന് അവൾ തിരിച്ചു വരാനും നാട്ടിൽ വന്ന് ട്രിവാൻഡ്രത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ പോയി ഡോക്ടറെ കാണാനും ഇടയായി. പിന്നെ ഇവിടെ നിന്ന് കൊടുത്തു വിട്ട് പിന്നെ തൈലവും വയറ്റി തേച്ചു. പിന്നെ അതുകൂടാതെ ഉപ്പും അവൾക്ക് ദിവസവും വെള്ളത്തിലിട്ട് കുടിക്കാനൊക്കെ കൊടുത്തു. അങ്ങനെ അവൾ ഒരു 4-5 മാസം ഇവിടെ നിന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്ത് 5ാമത്തെ മാസം പ്രഗ്നൻ്റാണെന്ന് അറിഞ്ഞ് 1 മാസം യാത്ര ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് വിട്ടില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ കാനഡയിലേക്ക് തിരിച്ചു പോയി. ഇപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തത്. 2 മക്കളെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. 2 പെൺകുട്ടികളെയാണ് കൊടുത്തിരിക്കുന്നത്. അവരെല്ലാം 2 പേര് സുഖമായിട്ടിരിക്കുന്നു. പ്രസവിച്ചിട്ടിപ്പോൾ 3 മാസമായി. പിന്നെ അവരവിടെ ആയതുകൊണ്ടാണ് കുട്ടികളെ നമുക്കിവിടെ കൊണ്ടേ കാണിക്കാൻ പറ്റാത്ത. എന്തെങ്കിലും നാട്ടിൽ വന്നാൽ നമുക്കിവിടെ കൊണ്ടുവന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. പിന്നെ 2ാമത്തെ കാര്യം എൻ്റെ സ്വന്തം കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകള് കാലിഫോർണിയയിലാണ് മെഡിക്കൽ കോളേജിൽ MDക്ക് പഠിക്കുന്നത്. അപ്പോൾ 2nd ഇയർ ആയപ്പോഴത്താണ് അവൾ പ്രഗ്നൻ്റ് ആയി. അതും ഞാനിവിടെ വന്ന് അപേക്ഷ വെച്ചതായിരുന്നു, അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന്. അവരും 5 വർഷമായി കുട്ടികളില്ലായിരിക്കുമായിരുന്നു. ഇവിടെ വന്ന് ഞാൻ അപേക്ഷയിൽ നിയോഗത്തിൽ വെച്ചു. എനിക്ക് അവൾ പ്രഗ്നൻ്റ് ആയെന്ന് അറിഞ്ഞു. 10 മാസം പ്രസവ ഡേറ്റ് വരെ കൊടുത്തു. എനിക്കിവിടെ നിന്ന് വിസയുടെ കൊടുത്തിട്ട് ആകുന്നില്ല. അപ്പോൾ ഫസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഞാൻ മാതാവിൻ്റെ കാര്യം ഇനി പോകുന്ന വഴിക്കും നിൽക്കുന്ന വഴിക്കും പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്തും എല്ലായിടത്തും പറഞ്ഞു. എനിക്ക് വെച്ച നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നുണ്ട്. പക്ഷേ ഈ വിസയുടെ കാര്യം നടക്കുന്നില്ല. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ച് വിസ റിജക്റ്റ് ചെയ്തെന്ന് വന്ന ഉടനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ലാത്തൊരു അത്രത്തോളം ഞാൻ തളർന്നു പോയി. കാരണം അങ്ങനൊരു അവസ്ഥ എനിക്ക് മാതാവ് തരുമെന്ന് വിചാരിച്ചില്ല. കാരണം പ്രസവിച്ച കുട്ടിയെ നോക്കാൻ ആരില്ല, ആശുപത്രി പോകാൻ ആരില്ല. അവൾക്കാണെങ്കിൽ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് കയറുകയും വേണം. പഠിക്കുന്ന ആയതുകൊണ്ട് ലീവും കൊടുക്കില്ല. അപ്പോൾ പല സമയത്തുള്ള ഡ്യൂട്ടി. കാരണം എന്ന് വെച്ചാൽ ഒരു റെഗുലർ ഡ്യൂട്ടിയാണ്. എങ്ങനെയെങ്കിലും ആരെയും വെച്ചെങ്കിലും നോക്കാം. വരുന്ന ആരെങ്കിലും കുട്ടികളെ നോക്കാൻ ഏൽപ്പിക്കാൻ നോക്കാം. ഇത് രാത്രിക്ക് 5 മണിക്ക് വിളിക്കും, 4 മണിക്ക് വിളിക്കും, രാത്രി 12 മണിക്ക് വിളിക്കും. ഇനി ഡെലിവറി അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് 2 ദിവസമൊക്കെ ചിലപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് എന്നും പറഞ്ഞ് കരയുന്ന വ്യക്തിയാണ് പുള്ളിക്കാരി. എനിക്ക് പോകാനായിട്ട് വിസ കിട്ടുന്നുമില്ല. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചിട്ട് ഇറങ്ങി. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഒരു വലിയൊരു ഇത് വന്നു. കാരണം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു. എനിക്ക് ആ സാന്നിധ്യം അവിടെ ഇല്ലാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരാളാണ് മരിച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്കത് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവ് അതുകൊണ്ടാണ് ആദ്യത്തെ വിസ എനിക്ക് തരാതിരുന്നതെന്ന് മനസ്സിലായി. വീണ്ടും സാധാരണ US വിസ നമ്മൾ അപേക്ഷിച്ച് റിജക്റ്റ് ചെയ്താൽ പിന്നെ 6 മാസം കഴിഞ്ഞ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ 2 കൽപ്പിച്ച് മാതാവിൻ്റെ
ആപ്ലിക്കേഷൻ എടുത്തിട്ട് മാതാവിൻ്റെ ഉപ്പും തൈലവും ഒക്കെ അതിൻ്റെ അറ്റത്തും മുറിയിലും ഒക്കെ തേച്ച് ഇൻ്റർവ്യൂവിന് കയറിയപ്പോഴത്തേക്ക് ഞാൻ അതും കൊണ്ട് കയറി. അതുപോലെ ഈ മാതാവിൻ്റെ രൂപവും കഴുത്തിലിട്ട് കയറി. സാധാരണ അവർ അതും ഇതൊക്കെ പറയുന്ന, പക്ഷേ എന്നോട് ഒരക്ഷരം ചോദിച്ചില്ല. കയറി ഇൻ്റർവ്യൂവിന് ചെന്നു. പെട്ടെന്നത് പിന്നെ പറഞ്ഞു പാസ്സാക്കിയിട്ടുണ്ട്, പാസ്പോർട്ട് നേരിട്ട് അയച്ചു തരുമെന്ന് പറഞ്ഞു. എനിക്ക് എന്താ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം 1 മാസമേ ആയിട്ടുള്ളൂ ഫസ്റ്റ് വിസ റിജക്റ്റ് ചെയ്തിട്ട്. രണ്ടാമത്തത് ഞാനൊരു ട്രയൽ പോലെ മദ്രാസിൽ വെച്ച് അപ്ലൈ ചെയ്തു. ഏതായാലും വിസ തന്നു. ഞാൻ ഉടനടി പോകണമല്ലോ, കാരണം എന്ന് വെച്ചാൽ അവൾ ഡെലിവറി ആയി. അപ്പോൾ ഓൾറെഡി ഡെലിവറി ആയി കഴിഞ്ഞു. ഞാൻ വേഗം ടിക്കറ്റ് എടുത്ത് പോകാനുള്ളതാക്കി. അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റാണ് കിട്ടിയേക്കുന്നത്. ഇവിടുന്ന് ഹൂസ്റ്റണിലേക്ക് കിട്ടി. ഹൂസ്റ്റണിൽ നിന്ന് വേണം സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകാൻ. അവിടെ നിന്ന് വേണം അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഹൂസ്റ്റണിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞു. എമിഗ്രേഷനുണ്ട്. US എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷേ അവിടെ നിൽക്കുന്ന ക്യൂവിൽ കയറിയപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഏറ്റവും പുറകിലാണ്. അപ്പോഴേ ഞാൻ അവിടെ നിന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു, എൻ്റെ ഫ്ലൈറ്റ് 3 o'clock ആണ്, എമിഗ്രേഷൻ കഴിയുമ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ്, എനിക്കൊന്ന് സഹായിക്കുമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു മാഡം കയറിയിരുന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ എമിഗ്രേഷൻ ഓഫീസർ ഒരു തരത്തിലും സമ്മതിക്കില്ല. നിങ്ങൾ ക്യൂ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. ഏതായാലും എന്തും വരട്ടെ എന്ന് വെച്ചു. എമിഗ്രേഷൻ കഴിഞ്ഞു. വെളിയിലിറങ്ങി ഞാൻ ഒരു എയർപോർട്ടിൽ തന്നെ ഒരു ട്രെയിനിൽ കയറിയിട്ട് വേണം അടുത്ത ഇതിലേക്ക് പോകാൻ. അതൊന്നും എനിക്കറിയത്തില്ല. എങ്ങനെയൊക്കെയോ ഞാൻ ഓടി പിടിച്ചു, അവിടെ ചെന്നു. എൻ്റെ ലഗേജ് ഏതായാലും അവിടെ വന്നിരിക്കുന്നു, എടുത്തു അയച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനെ വിളിച്ചു. അയ്യോ 3 മണിയായാലും എൻ്റെ ഫ്ലൈറ്റ് പോയി കാണുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു അങ്ങ്. വല്ലാതെ അവിടെ എനിക്ക് ആരും പരിചയക്കാരില്ല, എനിക്ക് പറയാൻ ആരുമില്ല, ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു വിഷമത്തിലായിപ്പോയി. വല്ലാതെ അമ്മേ മാതാവേ എന്ന് പറഞ്ഞ് കരഞ്ഞു. എൻ്റെ കൂടെ വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോകുമ്പോൾ എനിക്ക് അനൗൺസ്മെൻറ്റ് വരുന്നു, എൻ്റെ ഫ്ലൈറ്റ് 1/2 മണിക്കൂർ വൈകിയാണെന്ന്. എനിക്കെങ്ങനെ വിശ്വസിക്കണമെന്നറിയത്തില്ല. ഞാനിപ്പോൾ സാക്ഷ്യം പറയുമ്പോൾ പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അമ്മ മാതാവ് ഇത്രത്തോളം നമ്മളെ സ്നേഹിച്ച് നമ്മളെ കൂടെ നടക്കുന്നു. എല്ലാവരും പറയും സഞ്ചാരി മാതാവാണ്, നിങ്ങളുടെ കൂടെ വരുമെന്ന് പലരും ഇവിടെ സാക്ഷ്യം പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്കത് അനുഭവിക്കാൻ പറ്റി. ഞാൻ വീട്ടിൽ ചെന്ന് കയറി ഞാൻ തിരിയൊക്കെ കത്തിച്ച വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മുല്ലപ്പൂവിൻ്റെ മണം വരുന്നു, ഭയങ്കര തണുത്ത കാറ്റ് റൂമിലേക്ക് അടിക്കുന്നു. അങ്ങനെ എനിക്ക് അമ്മയുടെ സാന്നിധ്യം എൻ്റെ വീട് വരെ എന്നെ എത്തിച്ചിട്ടാണ് മാതാവ് പോകുന്നത്. അതുകൊണ്ട് മുട്ടിപ്പായിട്ട് നമ്മൾ കരഞ്ഞ് ചോദിക്കുന്ന ഏത് അപകടാവസ്ഥയിലും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ഈ 4 പ്രാവശ്യം ഉടമ്പടി വെച്ചിട്ട് 6 നിയോഗങ്ങൾ വെച്ചിട്ട് ഇതുവരെ ഉള്ള എല്ലാ കാര്യങ്ങളും ദൈവം സാധിച്ചു തന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ശരിയാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർഫനേജിന് കൊടുക്കുന്നുണ്ട്. സ്കൂളുകൾക്ക് കുട്ടികൾക്ക് ബാഗ് സാധനങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങിക്കാനുള്ള ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്. വസ്ത്രങ്ങൾ ഇല്ലാത്തവർക്കെല്ലാം ഞാൻ അയക്കും, ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തു വിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ആശുപത്രികളിൽ പോയി ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ചെയ്യും. പിന്നെ പത്രം ഞാൻ ആരെ കണ്ടാലും കൊടുക്കും. പിന്നെ എൻ്റെ കോളേജിലും സ്ഥാപനങ്ങളിലും വരുന്ന എല്ലാ വ്യക്തികൾക്കും ഏത് പ്രയാസം വന്നാലും ഞാൻ അവരോട് പറഞ്ഞ് ഉടമ്പടി എടുക്കാൻ പറയും. ഏത് ജാതിയോ മതമോ ഒന്നുമില്ല ഞാൻ അവരോട് പറയും, നിങ്ങൾ പോയാൽ നിങ്ങളുടെ ആവശ്യം നടക്കും. അങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കുകയും രോഗശാന്തി വരികയും ചെയ്തു. പിന്നെ എൻ്റെ അങ്കിള് കഴിഞ്ഞ ആഴ്ച അറ്റാക്കായിട്ട് പിന്നെ ഹോസ്പിറ്റലൈസ്ഡായി. അവിടെ ICU ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ കിഡ്നി പകുതി ഫെയിലിയറായി, ലിവർ ഫങ്ഷൻ നടക്കുന്നില്ല, ഹാർട്ട് പകുതിയേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ 78 വയസ്സായി, ഇനിയൊരു ഓപ്പൺ ഹാർട്ട് സർജറി ഇമ്പോസിബിളാണ്, പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ICUയിൽ അഡ്മിറ്റ് തന്നെ ആക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് തൈലവും കൊണ്ടാണ് പോയത്. ഞാൻ നെറ്റി കുരിശ് വരച്ച് ICU കയറി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, വെളിയിലിറങ്ങി. ഞാൻ അമ്മയോട് പറഞ്ഞു, കാരണം ആൻറ്റി ആണെങ്കിലും ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു മകനേ ഉള്ളൂ, അതും അമേരിക്കയിലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലിയാണേലും ചീത്ത പറഞ്ഞാണേലും ഇരുന്നോളുമല്ലോ. ഇതിപ്പോൾ ഒരാൾ നഷ്ടപ്പെട്ട അടുത്തയാൾ ഒറ്റയ്ക്കുള്ള ജീവിതം ഞാൻ പലരുടെയും കണ്ടു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഒന്നും വരുത്തരുതേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോന്നു. ഞാൻ ഇന്നലെ വീണ്ടും ചെന്ന് കാണാൻ പോയപ്പോൾ അങ്കിള് വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുകൊടുത്ത എല്ലാ പലഹാരങ്ങളും കഴിച്ച് ചായയും കുടിച്ച് സന്തോഷമായിട്ട് എന്നെ വിഷ് ചെയ്ത് വിടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട്, കാരണം ഹാർട്ട് പകുതിയെ വർക്ക് ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞു, കിഡ്നി പകുതി ഫെയിലറാന്ന് പറഞ്ഞു, ലിവർ ഫങ്ഷൻ പകുതിയാണ്. അങ്ങനെ 78 വയസ്സുള്ള ഒരു അങ്കിളാണ്. എന്നിട്ടും അത്രയും ദൈവം സഹായിച്ച് വീട്ടിലിപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. ഞാനൊരു ഉടമ്പടി എടുത്തിട്ട് 2 വർഷമായി. 2 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് പുതുക്കി ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ്. ഉടമ്പടിയിലെ എല്ലാ
കാര്യങ്ങളും കൃത്യമായിട്ട് പാലിച്ച് തന്നെ ജീവിക്കുന്നുണ്ട്. തുടർന്നും മരണം വരെ അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി തന്നെ ജീവിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളും ഒപ്പം ഉടമ്പടിയിലെ നിയോഗമായിട്ട് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള സഹോദരൻ്റെ മകൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങളുടെ ഒരു സാക്ഷ്യവും കൂടിയുണ്ട് ഇതിൽ. അപ്പം 2 വർഷമായിട്ട് ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അവസാനം പറഞ്ഞതുപോലെ വിശ്വസ്തയോടെ വ്യക്തമായിട്ട് നിൽക്കുകയും ജീവിതത്തിൻ്റെ അവസാനം വരെ നിൽക്കുവാനായിട്ടുള്ളൊരു വലിയൊരു പ്രചോദനവും ശക്തിയുമൊക്കെ ഇത്രയും നാൾ ഉടമ്പടിയിൽ നിന്നതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം അമ്മ മാതാവിൻ്റെ വലിയ സാന്നിധ്യം, കൂടെ സഞ്ചരിക്കുന്ന സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം പ്രകടമായിട്ട് ദൈവം അനുവദിക്കുവാനായിട്ട് ഇടവരുത്തുന്നുണ്ട്. അപ്പോൾ ഉടമ്പടിയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും പരിശുദ്ധമ്മയുടെ വലിയ സാന്നിധ്യം ലഭിക്കുവാനായിട്ട് ഇടവന്ന ഈ സാക്ഷ്യത്തെ പ്രതിയും ഈ വ്യക്തിക്ക് അമ്മ നൽകിയ എല്ലാ സാമീപ്യത്തിനും എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.